ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ആനിമൽ ക്ലോണിംഗ്, ടൈപ്സ് ഓഫ് ക്ലോണിംഗ്, മെത്തേഡ്സ് ആൻഡ് എത്തിക്സ് ഓഫ് ആനിമൽ ക്ലോണിംഗ്. എന്താണ് ക്ലോണിംഗ്? ഒരു ഇൻഡിവിജ്വലിൻ്റെ സിമിലർ ആയിട്ടുള്ള കോപ്പീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ക്ലോണിംഗ് എന്ന് പറയുന്നത്. ഈ കോപ്പീസ് ഈ പേരൻറ്റിൻ്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും, ബോത്ത് ഫിസിക്കലി ആൻഡ് ജനറ്റിക്കലി. ഫിനോട്ടിപ്പിക്കലി ആൻഡ് ജീനോട്ടിപ്പിക്കലി സെയിം ആയിരിക്കും. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കോപ്പീസിനെയാണ് ക്ലോൺസ് എന്ന് പറയുന്നത്. ക്ലോണിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസ്പ്രിങ്സിനെ ക്ലോൺസ് എന്നാണ് പറയുന്നത്. ഈ ക്ലോൺസ് അവരുടെ പേരൻറ്റിനോട് എക്സാക്ട് സെയിം ആയിരിക്കും. ഓക്കെ, നമുക്കൊരു ബ്രീഫ് ഹിസ്റ്ററി നോക്കാം ക്ലോണിങ്ങിൻ്റെ. ക്ലോൺ എന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ഹെർബർട്ട് ജെ വെബർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. 1938 ഹാൻസ് തെർമാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ക്ലോണിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷെ ക്ലോണിംഗ് എന്നല്ല അദ്ദേഹം ആ എക്സ്പെരിമെൻറ്റിനെ പറഞ്ഞത്, ഫാന്റാസ്റ്റിക് എക്സ്പെരിമെൻ്റ് എന്നായിരുന്നു. ഒരു ഇൻഡിവിജ്വലിൻ്റെ സിമിലർ കോപ്പിയെ ഉണ്ടാക്കുന്ന എക്സ്പെരിമെൻറ്റിനെ അദ്ദേഹം ഇട്ട പേരാണ് ഫാന്റാസ്റ്റിക് എക്സ്പെരിമെൻറ്റ്. 1952 ആദ്യമായിട്ട് ഫ്രോഗിൻ്റെ ക്ലോണിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തു റോബർട്ട് ബ്രിഗ്സ് ആൻഡ് തോമസ് കീൻ, ബട്ട് സക്സസ് ആയിരുന്നില്ല. 1970 ജെ.ബി. ഗർഡൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആദ്യമായിട്ട് സക്സസ്ഫുള്ളി ഫ്രോഗിനെ ക്ലോൺ ചെയ്തു. പക്ഷെ അത് ടാക്പോൾ സ്റ്റേജ് വരെ എത്തിയുള്ളൂ, അതിൻ്റെ ഫർദർ അത് ജീവിച്ചില്ല. 1981 കാൾ ഇൻമൻസ് ആൻഡ് പീറ്റർ ഹോബ്സ് മൗസിനെ ക്ലോൺ ചെയ്തു, ബട്ട് അതും സക്സസ്ഫുൾ ആയിരുന്നില്ല. 1994 നീൽ ആദ്യമായിട്ട് ഷീപ്പിനെ ക്ലോൺ ചെയ്തു, ബട്ട് അത് 120 സെൽ സ്റ്റേജിൽ മാത്രം ഡെവലപ്പ് ചെയ്തുള്ളൂ, അതിനപ്പുറത്തേക്ക് അതിന് ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. 1995 ഇയാൻ വിൽമോട്ട് ആൻഡ് കേറ്റ് ക്യാമ്പൽ ഇവർ രണ്ടുപേരുമാണ് ആദ്യമായിട്ട് 2 ഷീപ്പിനെ ക്ലോൺ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തത്. ഇവർ പക്ഷെ പ്രൊഡ്യൂസ് ചെയ്തത് കൾച്ചറിലാണ്, സെൽ കൾച്ചറിൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ട്രൈ ചെയ്തിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇവർ തന്നെ 1996 ആദ്യമായിട്ട് അഡൾട്ട് സെല്ലിൽ നിന്നും ഒരു ക്ലോണിനെ പ്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഡോളി. നമുക്ക് എല്ലാവർക്കും കേട്ട് നല്ല പരിചയമുള്ള ഷീപ്പാണ് ഡോളി. അപ്പോൾ ഡോളിയെ പ്രൊഡ്യൂസ് ചെയ്തത് ഇയാൻ വിൽമുട്ട് ആൻഡ് കേറ്റ് ക്യാമ്പൽ ആണ്. ഡോളിയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. 1998 ഫസ്റ്റ് ക്ലോൺഡ് മൗസിനെ പ്രൊഡ്യൂസ് ചെയ്തു. ആ മൗസിൻ്റെ പേരാണ് ക്യുമിലീന. ദെൻ 2000 ആദ്യത്തെ ക്ലോൺഡ് റേസസ് മങ്കി ആൻഡ് ക്ലോൺഡ് പിഗിനെ പ്രൊഡ്യൂസ് ചെയ്തു. 2001 ഫസ്റ്റ് ക്ലോൺഡ് ബഫല്ലോ, ക്ലോൺഡ് കൗ ആൻഡ് ക്ലോൺഡ് കാറ്റിനെ പ്രൊഡ്യൂസ് ചെയ്തു. ആ ക്ലോൺഡ് കാറ്റിൻ്റെ പേരാണ് കോപ്പി കാറ്റ്. ബിക്കോസ് അത് എക്സാക്ട് കോപ്പി ആയതുകൊണ്ട് അതിനിട്ട പേരാണ് കോപ്പി കാറ്റ്. ദെൻ 2003 ഫസ്റ്റ് ക്ലോൺഡ് റാബിറ്റ്, ക്ലോൺഡ് മ്യൂൾ, ക്ലോൺഡ് ഡിയറിൻ്റെ പേരായിരുന്നു ഡിവി, ആൻഡ് ക്ലോൺഡ് ഹോഴ്സ് ട്രൊമെറ്റ, ആൻഡ് ക്ലോൺഡ് റാറ്റ് റാൽഫ്. ഇത്രയും പേര് പ്രൊഡ്യൂസ് ചെയ്തു. 2004 ആദ്യമായിട്ട് ക്ലോൺഡ് ഫ്രൂട്ട് ഫ്ലൈനെ പ്രൊഡ്യൂസ് ചെയ്തു. 2005 ഫസ്റ്റ് അഫ്ഗാൻ ഹോണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്തു. അതൊരു ഡോഗാണ്, അതിൻ്റെ പേരാണ് സ്നപ്പി. 2007 ആദ്യമായിട്ട് സൗത്ത് കൊറിയൻ സയൻറ്റിസ്റ്റ് 2 ഫീമെയിൽ വോൾഫിനെ ക്ലോണിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്തു. അവരുടെ പേരാണ് സ്നൂ വോൾഫ് ആൻഡ് സ്നൂ വോൾഫി. 2008 ആദ്യമായിട്ട് ക്ലോൺഡ് ലാബ്രഡോർ ഡോഗിനെ പ്രൊഡ്യൂസ് ചെയ്തു. 2009 ഫസ്റ്റ് എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസിനെ പ്രൊഡ്യൂസ് ചെയ്തു ക്ലോണിങ്ങിലൂടെ. ആ സ്പീഷീസാണ് പൈറേനിയൻ ഐബെക്സ് എന്ന് പറയുന്ന ഒരു ഗോട്ട് ലൈക്ക്, ഒരു ആടിനെ പോലെ ഇരിക്കുന്ന ഒരു ആനിമലാണ്. അതിപ്പോൾ ഇല്ല, എക്സ്റ്റിങ്ക്റ്റ് ആയി. അതിനെ ക്ലോണിങ്ങിലൂടെ ഒന്നുകൂടി പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ അത് 7 മിനിറ്റ്സേ ജീവിച്ചുള്ളൂ, അത് കഴിഞ്ഞ് അതിന് ലൈഫ് ഇല്ലായിരുന്നു. അതിനുശേഷം 2009 തന്നെ ആദ്യത്തെ ക്യാമലിനെ, ഫീമെയിൽ ക്യാമലിനെ ക്ലോണിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത്, അതിൻ്റെ പേരാണ് ഇൻജാസ്. അപ്പോൾ ഇതാണ് ബ്രീഫ് ഹിസ്റ്ററി. നൗ ലെറ്റ്സ് സീ ടൈപ്സ് ഓഫ് ക്ലോണിംഗ്. ഡിപ്പെൻഡിങ് ഓൺ ദ യൂസ് നമ്മൾ ക്ലോണിങ്ങിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ജീൻ ക്ലോണിംഗ്, തെറാപ്യൂട്ടിക് ക്ലോണിംഗ് ആൻഡ് റിപ്രൊഡക്റ്റീവ് ക്ലോണിംഗ്. ഫസ്റ്റ് ജീൻ ക്ലോണിംഗ്. ജീൻ ക്ലോണിംഗ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ജീൻ പോർഷൻ, ജീൻ എന്ന് വെച്ചാൽ ഒരു DNA ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടി കോഡ് ചെയ്യുന്ന പോർഷനെയാണ് ജീൻ എന്ന് പറയുന്നത്. ആ ജീനിൻ്റെ കോപ്പീസാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ജീൻ ക്ലോണിംഗ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്മിഡാണ്. ഈ പ്ലാസ്മിഡിനകത്തേക്ക് നമുക്ക് വേണ്ട ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ആദ്യം ഇൻസേർട്ട് ചെയ്യും. ദെൻ ഈ പ്ലാസ്മിഡ് അലോങ് വിത്ത് ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മളൊരു ബാക്ടീരിയയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ തന്നെ ഈ പ്ലാസ്മിഡിനെ മൾട്ടിപ്ലൈ ചെയ്യും. അതല്ലാതെ നമുക്ക് ഈ ബാക്ടീരിയ കൾച്ചർ ചെയ്താൽ ഈ ബാക്ടീരിയയുടെ കോപ്പീസും ഉണ്ടാവും.
അപ്പോൾ ബാക്ടീരിയയുടെ ഉള്ളിലുള്ള കോപ്പീസും ഉണ്ടാവും, അതല്ലാതെ ഈ ബാക്ടീരിയ ഫർദർ കോപ്പീസ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് എത്ര കോപ്പീസ് ഓഫ് ജീൻ വേണമെങ്കിലും ഈ ഒരു മെത്തേഡിലൂടെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ജീൻ ക്ലോണിങ്. അടുത്തത് തെറാപ്യൂട്ടിക് ക്ലോണിങ്. തെറാപ്യൂട്ടിക് മീൻസ് നമുക്ക് ട്രീറ്റ്മെന്റ് യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റെം സെൽസ് ആണ്. നമുക്ക് അതിന്റെ മെത്തേഡ്സ് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു എഗ്, ദെൻ ഒരു സൊമാറ്റിക് സെൽ. സൊമാറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ബോഡി സെൽ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എഗ്ഗിനകത്തുനിന്ന് ന്യൂക്ലിയസിനെ റിമൂവ് ചെയ്യാം. ദെൻ ഈ എഗ്ഗിനകത്തോട്ട് സൊമാറ്റിക് സെല്ലിന്റെ ന്യൂക്ലിയസിനെ മൈക്രോ ഇഞ്ചക്ഷൻ വഴി നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സി, ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് സൊമാറ്റിക് സെല്ലിന്റെ ന്യൂക്ലിയസ്, ദിസ് ഈസ് എഗ്. അതിനുശേഷം ഈ സെല്ലിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ അനുവദിക്കും. അങ്ങനെ നമുക്ക് എംബ്രിയോ പ്രൊഡ്യൂസ് ചെയ്യും. ഈ എംബ്രിയോയിൽ നിന്ന് നമ്മൾ ഫർദർ സ്റ്റെം സെൽസിന് പ്രൊഡ്യൂസ് ചെയ്ത് ഈ സ്റ്റെം സെൽസിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഓർഗൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ മെത്തേഡ്. ഓർഗൻസിനെ മാത്രമല്ല, നമുക്ക് ഈ മെത്തേഡിലൂടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള എന്ത് സാധനവും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ലൈക്ക് ഹോർമോൺസോ ഇല്ലെങ്കിൽ എൻസൈംസോ, അങ്ങനെ എന്ത് വേണേലും പ്രൊഡ്യൂസ് ചെയ്യാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ജീൻ ക്ലോണിങ് മെത്തേഡ് തെറാപ്യൂട്ടിക് ക്ലോണിങ്ങിലോട്ട് യൂസ് ചെയ്താൽ മതി. ഇതിൽ നമ്മൾ ബാക്ടീരിയയിൽ ഡിസൈഡ് ജീൻ ഇൻസേർട്ട് ചെയ്ത പോലെ ഇതിനകത്ത് നമുക്ക് എംബ്രിയോണിക് സെല്ലിലോട്ട് ഡിസൈഡ് ജീൻ ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് മെറ്റബോളിക് പ്രോഡക്ട്സ് ആണോ വേണ്ടത് അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് തെറാപ്യൂട്ടിക് ക്ലോണിങ്. ദെൻ അടുത്തത് റീപ്രൊഡക്റ്റീവ് ക്ലോണിങ്. റീപ്രൊഡക്റ്റീവ് ക്ലോണിങ് ആണ് നമ്മൾ മെയിൻലി അനിമൽ ക്ലോണിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെത്തേഡ് നമുക്ക് നോക്കാം. അതും സെയിം തന്നെ. നമുക്ക് വേണ്ടത് ഒരു സൊമാറ്റിക് സെൽ, ഒരു എഗ് സെൽ. എഗ് സെല്ലിൽ നിന്ന് നമ്മൾ ന്യൂക്ലിയസ് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കളക്ട് ചെയ്ത സൊമാറ്റിക് സെല്ലിന്റെ ന്യൂക്ലിയസിനെ എഗ്ഗിനകത്തോട്ട് മൈക്രോ ഇഞ്ചക്ഷൻ വഴി നമ്മൾ കൊടുക്കുന്നു. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ അനുവദിക്കുന്നു. അങ്ങനെ എംബ്രിയോ ഫോം ചെയ്യുന്നു. ഈ എംബ്രിയോനെ നമ്മൾ ഒരു സറഗേറ്റ് മദറിലേക്കാണ് കൊടുക്കുന്നത്. നമ്മൾ കൾച്ചർ മീഡിയയിൽ ഗ്രോ ചെയ്യല്ല, സർഗേറ്റ് മദറിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ മെത്തേഡിലൂടെയാണ് ഡോളി പ്രൊഡ്യൂസ് ചെയ്തത്. ഈ പറയുന്ന ഈ മെത്തേഡിനെയാണ് സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് കണ്ടീഷനിലും, തെറാപ്യൂട്ടിക് ക്ലോണിങ്ങിലും റീപ്രൊഡക്റ്റീവ് ക്ലോണിങ്ങിലും രണ്ടിലും സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന ഈ ന്യൂക്ലിയസിനെ എഗ്ഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ മെത്തേഡാണ് SCNT എന്ന് പറയുന്ന സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ മെത്തേഡ്. ഇതല്ലാതെ നമുക്ക് എംബ്രിയോ സ്പ്ലിറ്റിംഗ് മെത്തേഡും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് ക്ലോൺഡ് എംബ്രിയോസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് നോക്കാം. നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ മെൻഷൻ ചെയ്തത് തന്നെ എംബ്രിയോ സ്പ്ലിറ്റിംഗ് ഓർ ട്വിന്നിങ് ആൻഡ് സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ അല്ലെങ്കിൽ SCNT. എംബ്രിയോ സ്പ്ലിറ്റിംഗ് എന്താണെന്ന് നോക്കാം. നമുക്കൊരു ഡോണർ എംബ്രിയോ ഉണ്ടാകും. മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു 8 സെൽഡ് സ്റ്റേജിലായിരിക്കും. ഈ 8 സെൽഡ് സ്റ്റേജിലിരിക്കുന്ന ഈ ഡോണർ എംബ്രിയോയുടെ സെൽസിനെ നമ്മൾ 2 എംപ്റ്റി സാക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എങ്ങനെ? ഈക്വലി സ്പ്ലിറ്റ് ചെയ്ത് 8 സെല്ലാണെങ്കിൽ 4 സെൽ ഒരു സാക്കിലോട്ടും 4 സെൽ മറ്റൊരു സാക്കിലോട്ടും ഡിവൈഡ് ചെയ്യും. ഇത് രണ്ടും സെയിം എംബ്രിയോയുടെ സെൽസ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഡെവലപ്പ് ചെയ്ത് വലുതായാലും സിമിലർ ആയിരിക്കും. ട്വിൻസ് ആയിരിക്കും ഇവർ രണ്ടുപേരും. എക്സാക്ട് സിമിലർ ആയിരിക്കും, കോപ്പി ആയിരിക്കും. സോ ദേ ആർ ക്ലോൺസ്. ഇതാണ് എംബ്രിയോ സ്പ്ലിറ്റിംഗ്. ഒരു 8 സെൽ സ്റ്റേജിലുള്ള എംബ്രിയോ, അതിനകത്തുനിന്നുള്ള സെൽസിനെ നമ്മൾ 2 എംപ്റ്റി സാക്കിലോട്ട് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. ദെൻ രണ്ടിനെ സെപ്പറേറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അവർ രണ്ടുപേരും ക്ലോൺസ് ആയിരിക്കും. അടുത്തത് സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡോളിയെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് ഈ മെത്തേഡിലൂടെയാണ്. നമുക്കൊരു ന്യൂക്ലിയർ ഡോണറും ഉണ്ടാവും, എഗ് ഡോണറും ഉണ്ടാവും. ഡോളിയുടെ കേസിൽ നമ്മൾ ന്യൂക്ലിയസ് എടുത്തത് മാമറി സെല്ലിൽ നിന്നാണ്. മാമറി സെല്ലിലെ ന്യൂക്ലിയസിനെ എഗ് സെല്ലിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തു യൂസിങ് മൈക്രോ ഇഞ്ചക്ഷൻ മെത്തേഡ്. ദെൻ നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ അനുവദിച്ചു, മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിൽ നമ്മൾ മദറിലേക്ക്, സർഗേറ്റ് മദറിലേക്ക് ഇതിനെ ഇൻസേർട്ട് ചെയ്തു. സർഗേറ്റ് മദറിൽ ഡെവലപ്മെന്റിന് ശേഷം ഉണ്ടായതാണ് ഡോളി. ഈ ഡോളിയുടെ പാരന്റിനോട് എക്സാക്ട് സിമിലർ ആയിരുന്നു. പക്ഷെ ഡോളിക്ക് നമുക്കൊരു ഡ്രോബാക്ക് എന്തായിരുന്നു വെച്ചാൽ, മെയിൻ ഡ്രോബാക്ക് ലൈഫ് സ്പാൻ കുറവായിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഡോളിയുടെ ശരീരത്തിലുള്ള സെൽസ് ഡോളിയുടെ മദറിന്റെ ഏജ് എത്രയാണോ ആ ഏജിലുള്ളതായിരുന്നു. ഫ്രഷ് സെല്ലിൽ നിന്നല്ല നമ്മളത് പ്രൊഡ്യൂസ് ചെയ്തത്, മദറിന്റെ മാമറി സെല്ലിൽ നിന്നാണ്. മദറിന് ഓൾറെഡി 6 years ഏജ് ഉണ്ടായിരുന്നു. ഒരു ഷീപ്പിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 11 to 15 ആ ഒരു റേഞ്ചിലാണെങ്കിൽ 6 years ഓൾറെഡി ഡോളിയുടെ സെല്ലിന് ഏജ് ഉണ്ട്. അപ്പോൾ
ഡോളിക്ക് ഇതിന് ശേഷം നമുക്കൊരു 6 വർഷമേ ആയുസ് ഉണ്ടാവുള്ളൂ. ബാക്കി ഷീപ്പുകൾ 15 വർഷം വരെ ജീവിച്ചാലും ഡോളിക്ക് ബാക്കി 6 വർഷമേ ലൈഫ് ഉണ്ടാവുള്ളൂ. പിന്നെ മറ്റൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഡോളിക്ക് ഒത്തിരി ഡിസീസസ് ഉണ്ടായിരുന്നു. ഡോളി അങ്ങനെയാണ് മരിച്ചത്. ഡോളിക്ക് ഒത്തിരി ഡിസീസസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഡോളിയുടെ സിറ്റുവേഷനിൽ നിന്ന് തന്നെ ക്ലോണിങ്ങിന് ബോത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് നോക്കാം. ആദ്യത്തെ ട്രാൻസ്പ്ലാന്റേഷൻ. ഇപ്പോൾ നമ്മുടെ പെറ്റിനോ അല്ലെങ്കിൽ നമുക്ക് അനിമൽസിന് ഒരു ഓർഗൻ ഡിസോർഡറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസോർഡേഴ്സ് വരുവാണെങ്കിൽ തന്നെ നമുക്ക് തെറാപ്യൂട്ടിക് ക്ലോണിങ്ങിലൂടെ ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമാവും. അതുമാത്രമല്ല സിനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊരു ഓപ്ഷനും ഉണ്ട്. സ്പീഷീസ് ടു സ്പീഷീസ് ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് ആനിമൽസിൽ നിന്നുണ്ടാക്കുന്ന ഓർഗൻസിനെ ഹ്യൂമൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സൊല്യൂഷൻ ടു ഇൻഫെർട്ടിലിറ്റി. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് മെയിൽസിലുള്ള ഇൻഫെർട്ടിലിറ്റി വരുന്ന ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് ക്ലോണിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസ്പ്രിങ്സിന് മെയിൽ പേരൻറ്റിൻ്റെ ആവശ്യമില്ല, ഫീമെയിൽ മാത്രം മതി. അതുകൊണ്ട് മെയിൽ സ്റ്റെറിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്ക് ക്ലോണിങ്ങിൽ ബാധിക്കില്ല. ദെൻ പ്രൊട്ടക്ട് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നമ്പർ മാത്രമുള്ള അനിമൽസിനെയാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്പർ കുറച്ച്, പോപ്പുലേഷൻ കുറച്ചുള്ള ആനിമൽസിൻ്റെ നമ്പർ കൂട്ടാനായിട്ട് നമുക്ക് ക്ലോണിങ് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇവരെ എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ പറ്റും. ദെൻ അടുത്തത് ഇംപ്രൂവ് ഡയറ്ററി സപ്ലിമെൻറ്റ്. ഡയറ്ററി സപ്ലൈ നമുക്ക് കൂട്ടാനായിട്ട് ഇപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ കൂടി വരുന്ന ഒരവസ്ഥയിൽ ഫുഡ് സപ്ലൈ കുറയുന്ന ഒരു പ്രോബ്ലം കാണും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ക്ലോണിങ്ങിലൂടെ ആനിമൽസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാം. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് മീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ആയിട്ടോ നമുക്ക് ഡയറ്ററി സപ്ലൈ കൂട്ടാൻ പറ്റും. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഡിസൈർഡ് ക്യാരക്ടർ. നമുക്ക് വേണ്ട ഒരു ക്യാരക്ടറിനെ നമുക്ക് ക്ലോണിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ആദ്യമേ പറഞ്ഞു ജീൻ ക്ലോണിങ് നമുക്ക് തെറാപ്യൂട്ടിക് ക്ലോണിങ്ങിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മെറ്റബോളിക് ബൈ പ്രോഡക്ട്സ് ആണോ വേണ്ടത് അതിനെ നമുക്ക് ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഹോർമോൺസോ ഇല്ലെങ്കിൽ എൻസൈംസോ അങ്ങനെ എന്ത് പ്രോഡക്ട്സ് വേണമെങ്കിലും ക്ലോണിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി അതല്ല, ഇപ്പോൾ നമുക്ക് ക്ലോണിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആനിമൽസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എന്തെങ്കിലും വേണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ മിൽക്ക് പ്രോട്ടീൻസ് അതിനെ നമുക്ക് റോസി എന്ന് പറയുന്ന ഒരു കവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ആവശ്യമായ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ ആനിമൽസിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജനറ്റിക് ഡിസോർഡർ. ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഒരു പാരന്റിൽ നിന്ന് മറ്റൊരു പാരന്റിലോട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന മദർ പാരന്റിന് എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് ഇവരുടെ ക്ലോൺസിനും വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ടോ അതിൻ്റെ പ്രസൻസ് നമുക്കറിയാൻ പറ്റും. ഓക്കെ, ദെൻ ക്വിക്ക് റീപ്രൊഡക്ഷൻ. നമുക്ക് ഒരു നാച്ചുറൽ റീപ്രൊഡക്ഷൻ പോലെയുള്ള അത്ര സമയം ക്ലോണിങ്ങിന് ആവശ്യമില്ല. അതാണ് അഡ്വാൻറ്റേജസ്. ദെൻ ലെറ്റ് സി ഡിസ്അഡ്വാൻറ്റേജസ്. ആദ്യത്തെ ലോസ് ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. നമ്മൾ പോപ്പുലേഷൻ ജനറ്റിക്സിൽ പഠിക്കുന്ന ഒരു വാക്കാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്, പക്ഷേ ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റിയാണ് നമ്മളെല്ലാവരും വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നാച്ചുറലി എല്ലാവരും വ്യത്യസ്തമാവുന്നത് ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ടാണ്. ഈ ക്ലോണിങ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരുന്ന ഈ ഡൈവേഴ്സിറ്റി ഇല്ലാതെയാവും. ഓക്കെ, ദെൻ അടുത്തത് ഇങ്ങനെ നമുക്ക് ക്ലോണിങ്ങിലൂടെ ഉണ്ടാകുന്ന ക്ലോൺസിന് ഡിസീസസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല പെട്ടെന്നുണ്ടാകുന്ന ക്ലൈമറ്റിക് ചേഞ്ചസ് അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ അവരെ ഒത്തിരി നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും. ദെൻ ക്ലോൺസിന് ലൈഫ് സ്പാൻ കുറവായിരിക്കും. ഞാൻ ഡോളിയുടെ കാര്യത്തിൽ ഓൾറെഡി പറഞ്ഞു. പിന്നെ ക്ലോണിംഗ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ദെൻ അടുത്തത് ഇമ്മോറൽ. ഇമ്മോറൽ മീൻസ് നമുക്ക് സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഇമ്മോറൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എത്തിക്സിൽ പറയാം. ദെൻ ലോ സക്സസ് റേറ്റ്. നമ്മൾ ഹൺഡ്രഡ്സ് ഓർ തൗസൻഡ്സ് ഓഫ് എഗ് ആൻഡ് എംബ്രിയോയിൽ വർക്ക് ചെയ്താലാണ് 1-2 സക്സസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സക്സസ് റേറ്റ് ക്ലോണിങ്ങിൽ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് എത്തിക്സ് ഓഫ് ക്ലോണിങ് നോക്കാം. അപ്പോൾ അനിമൽ ക്ലോണിങ്ങിൽ നമുക്ക് ബേസിക് ആയിട്ട് വരാൻ പോകുന്ന 2 എത്തിക്കൽ ഇഷ്യൂ ആണ്. ഒന്ന്
ആനിമൽസ്, ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കോൺസിക്വൻസസ്. മറ്റൊന്ന് മോറൽ ഇഷ്യൂസ്. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെഗറ്റീവ് കോൺസിക്വൻസസ് ടു ആനിമൽ. അതിൽ നമ്മൾ ആദ്യം പറയേണ്ടത് ഈ ക്ലോണിങ് ചെയ്യപ്പെടുന്ന അനിമലിനുണ്ടാകുന്ന ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിഫിക്കൽട്ടീസ് ആണ്. ഈ ക്ലോണിങ്ങിൽ ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് ലൈക്ക് എഗ് കളക്ഷൻ, എംബ്രിയോ ഇംപ്ലാന്റേഷൻ, അതുപോലുള്ള പ്രൊസീജിയേഴ്സ് ഒത്തിരി പെയിൻ ഉണ്ടാക്കുന്ന പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യമായിട്ട് ഒരു എത്തിക്കൽ ഇഷ്യൂ ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യമാണ്. മറ്റൊന്ന് അതർ പോപ്പുലേഷൻ ഓഫ് അനിമൽസിനുണ്ടാകുന്ന ഒരു ഡിഫിക്കൽട്ടി. അതിൽ നമ്മൾ മെയിനായിട്ട് പറയേണ്ടത് ഈ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോണിങ് സംഭവിക്കുകയും നാച്ചുറൽ ബ്രീഡിങ് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ വൈൽഡ് വെറൈറ്റി നമുക്ക് നഷ്ടപ്പെടും. അതാണ് ഒരു മെയിൻ എഫക്റ്റ്. ദെൻ അടുത്തത് നെഗറ്റീവ് കോൺസിക്വൻസസ് ടു ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്ങിൽ നമുക്ക് വരുന്ന ഒരു കോൺസിക്വൻസ് നമ്മൾ ഓൾറെഡി അഡ്വാൻറ്റേജിൽ പറഞ്ഞു, നമുക്ക് ക്ലോണിങ്ങിലൂടെ ഫുഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യാമെന്ന്. പക്ഷെ അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിലുള്ള ഫുഡ് സേഫ്റ്റി കൂടി നമ്മൾ ചിന്തിക്കണം. നമ്മളിങ്ങനെ ഫുഡ് സപ്ലൈ കൂട്ടുമ്പോൾ ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹോർമോൺ ട്രീറ്റഡ് ചിക്കൻ കഴിക്കുന്ന നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഹോർമോൺ ട്രീറ്റഡ് ചിക്കൻ കഴിക്കുമ്പോൾ ആ ഹോർമോണിൻ്റെ എന്തെങ്കിലും ഒരു അംശം നമ്മളുടെ ശരീരത്തിൽ വരുമ്പോൾ നമുക്കും പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ ഇതിലും നമ്മൾ ആർട്ടിഫിഷ്യലി പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്ന, ഒത്തിരി പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ജീൻ കൊടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോൺസിനെ നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും സ്റ്റഡി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഇപ്പോഴും നമുക്ക് യെസ് ഓർ നോ പറയാനായിട്ട് ഒരു ഉത്തരവില്ല. ഓക്കെ, ദെൻ അടുത്തത് നെഗറ്റീവ് കോൺസിക്വൻസസ് ഓൺ എൻവയോൺമെൻറ്റ്. അതിലാദ്യം വരുന്നത് ഈ ക്ലോൺസും നോൺ ക്ലോൺസും തമ്മിലൊരു ബ്രീഡിങ് നടന്നാൽ ചിലപ്പോൾ അൺഡിസൈഡ് ആയിട്ടുള്ള ഒരു ജീൻ എക്സ്പ്രസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പുതിയ ഒരു ഡിസീസ് ഉണ്ടാവുകയോ ഇല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊരു ഓസ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു റിസൾട്ട് ആയിരിക്കും അതിലുണ്ടാവുക. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് നാച്ചുറൽ ബാലൻസ് ഇൻ പോപ്പുലേഷൻ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഫുഡ് ചെയിനിൽ നമ്മൾ പറയുന്നത് എന്താ, ഈ നാച്ചുറൽ ബാലൻസ് തന്നെയാണ്. ഇപ്പോൾ പാമ്പ് തവളയെ പിടിക്കുന്നു, തവള ഇൻസെക്റ്റിനെ കഴിക്കുന്നു. പാമ്പിൻ്റെ എണ്ണം കൂടിയാൽ സ്വാഭാവികമായിട്ടും തവളയുടെ എണ്ണം കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇൻസെക്ട്സിൻ്റെ എണ്ണം കൂടും. അപ്പോൾ നമ്മുടെ കൃഷിയിലെല്ലാം ഇൻസെക്റ്റ് നാശം സംഭവിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇതിലെ അവസ്ഥയും. നമുക്കൊരു നാച്ചുറൽ ബാലൻസ് വേണം. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലോൺഡ് കൗസ് ആണെങ്കിൽ, ഈ ഇതുപോലെ കണ്ടിന്യൂസ്ലി ക്ലോൺഡ് കൗസിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ ഇവർക്ക് കൊടുക്കാനുള്ള ഫീഡും നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. ഇവർ നമ്മളുടെ കയ്യിലുള്ള അത്രയും ഗ്രാസും മറ്റ് ഫീഡെല്ലാം കഴിക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ പുല്ല് ഡിപ്പെൻഡ് ചെയ്ത് ഇല്ലെങ്കിൽ ഇവരുടെ കാറ്റിൽ ഫീഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മറ്റ് മൃഗങ്ങളും ഉണ്ട്. അവർക്ക് ഫുഡ് സോഴ്സ് ഇല്ലാതെയാവും. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ബാലൻസ് അത്യാവശ്യമാണ്. ദെൻ അടുത്തത്, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. അടുത്തത് നമ്മൾ പറയുന്നത് മോറൽ വാല്യൂ ആണ്. സയൻറ്റിഫിക്കലി ഇതൊന്നും അറിയില്ലാത്ത ഒരാളോട് നമ്മൾ അനിമൽ ക്ലോണിങ്ങിനെ പറ്റി ചോദിച്ചാൽ അവർക്ക് ആദ്യം പറയാനുണ്ടാകുന്നത് നിങ്ങൾ കളിക്കുന്നത് ദൈവത്തോടാണ് എന്നായിരിക്കും. അത് തന്നെ പ്ലേയിങ് വിത്ത് ഗോഡ്. പ്ലേയിങ് വിത്ത് ഗോഡ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, വി ആർ പ്ലേയിങ് വിത്ത് ഗോഡ്. ദൈവം നമുക്ക് ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റേതായ ആവശ്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്താ, അതിനോട് ശരിക്കും പറഞ്ഞാൽ കളിക്കുകയാണ്. നമ്മൾ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ഓരോന്നിനെയും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റി മറിച്ച് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് ഇഫക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മോറൽ വാല്യൂ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒത്തിരി എഗ് ആൻഡ് എംബ്രിയോസ് നശിക്കും. ഇപ്പോൾ നാച്ചുറലി സമയം എടുക്കുമെങ്കിൽ തന്നെ ഈ എഗ്സ് ആൻഡ് എംബ്രിയോസ് ഓസ്പ്രിങ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ സ്റ്റഡി നടത്തുന്നതുകൊണ്ട് ഈ എഗ്ഗോ എംബ്രിയോ ഒന്നും വളർന്ന് ഓസ്പ്രിങ്സ് ആവാനുള്ള ചാൻസിനെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവരെ നമ്മൾ കില്ല് ചെയ്യും. അപ്പോൾ നമ്മൾ മോറലി നോക്കുവാണെങ്കിൽ അതൊരു വളരെ ക്രൂവലായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊന്ന് ലോസ് ഓഫ് വാല്യൂ ഇൻ പാരൻറ്റിങ് ആൻഡ് ഫാമിലി കൺസെപ്റ്റ്. അത് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ക്ലോണിങ്ങിൽ ഉണ്ടാവുന്ന ക്ലോൺസിന് മദർ ആൻഡ് ഫാദർ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല. അവർക്ക് മദർ മാത്രമേ ഉള്ളൂ, നോ ഫാദർ. ഇനി മദർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരുണ്ടാവുന്നത് ഒരു മദറിൽ നിന്നല്ല. അവരുടെ ന്യൂക്ലിയസ് ഒരു മദറിൽ നിന്ന്, എഗ്ഗ് ഒരു മദറിൽ നിന്ന്, അവർ വളരുന്നത് മറ്റൊരു സറഗേറ്റ് മദറിൽ.
അപ്പോൾ ഇവർക്ക് പറയാൻ ഒരു ഫാദർ ഉണ്ടാവില്ല, സ്വന്തം എന്ന് പറയാൻ ഒരു മദറും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് ഒരു മോറൽ കൺസെപ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇതൊക്കെയാണ് ബേസിക്കലി വരുന്ന എത്തിക്കൽ ഇഷ്യൂസ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.